താങ്കൾ 40 വർഷത്തിലേറെ ലോക്സഭയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഏറ്റവും തലപ്പത്തെത്തുകയും ചെയ്ത ഒരാളാണ്. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം അടുത്ത് കാണാനും പരിചയപ്പെടാനും ഉള്ള അവസരമൊക്കെ സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഇത് വളരെ അത്യപൂർവമായ ഒരു ജീവിതാനുഭവമാണ്. താങ്കൾ ഇതൊക്കെ ഒന്ന് എഴുതിയാൽ അത് ഇപ്പോഴത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കുമൊക്കെ വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്, എഴുതണം എന്നുള്ളത്. എനിക്കത് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണത് ഞാൻ കുത്തിയിരുന്ന് എഴുതണോ അതോ ആർക്കെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കണോ എന്നൊക്കെയുള്ള ഒരു ചിന്താക്കുഴപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുക. സാങ്കേതിക പ്രശ്നമല്ലേ? പക്ഷേ എഴുതണം എന്നുള്ളൊരു താല്പര്യം എനിക്കുമുണ്ട്. അതിലത് വേണം. അതിന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ളത് കൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആ രീതിയിൽ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അത് ചെയ്യണമെന്ന് ഇപ്പോൾ എനിക്ക് അങ്ങനൊരു മനസ്സ് ഉണ്ട്. നേരത്തെ അതിനകത്ത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരു സമയത്ത് ഈ ലോക്സഭയുടെ നടപടിക്രമങ്ങൾ എല്ലാം ഇപ്പം കോളൻ ശക്തർ ഒരു അതോറിറ്റേറ്റീവ് ബുക്കാണ്. ഞാനത് റിവൈസ് ചെയ്തിട്ടുണ്ട്. 6th എഡിഷൻ ഞാൻ റിവൈസ് ചെയ്തതാണ്. ഒക്കെ ആണെങ്കിലും അതിനകത്ത് ഒരുപാട് ഒമിഷൻസ് ഉണ്ട്. പല സംഗതികളും അതിനകത്ത് കൂടുതൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സ്റ്റേറ്റിംഗ് ദി ഒബ്വിയസ്, അതാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായില്ലല്ലോ പല ക്രിയേറ്റീവായിട്ടുള്ള പല സൊല്യൂഷൻസും നമുക്ക് കൊടുക്കാൻ കഴിയും പലതും അനലൈസ് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ആ ഒരു അപ്രോച്ച് അതിനകത്തില്ല. അതിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പറയുക എന്നുള്ളത് കവിഞ്ഞ് വേറെ ഒന്നും അതിനകത്ത് ഇല്ല. പിന്നെ നല്ല റെഫറൻസ് ധാരാളം അതിനകത്ത് അല്ല, അത് തീർച്ചയായിട്ടും ഇതൊരു ആധികാരിക ഒരു ഗ്രന്ഥം, അതിനെക്കുറിച്ച് ആലോചിക്കാം. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് താങ്കളുടെ വ്യക്തിപരമായ അനുഭവങ്ങളും ആളുകറിയാൻ സാധാരണ വായനക്കാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആത്മകഥയുടെ രൂപത്തിൽ. അതെ, അങ്ങനെ ചെയ്യണമെന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ. കാരണം ഈ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഇത് വെളിയിലെങ്ങും ആർക്കും കിട്ടാത്ത ഒരു അനുഭവങ്ങൾ. അത് പാർലമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ അത്യപൂർവമായ അനുഭവ സമ്പത്ത്. അതെ, അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കണം എന്ന് എനിക്ക് കൊണ്ടിപ്പോഴും.